ഹായ് ചങ്കളെ, എല്ലാവർക്കും മർഫിൻ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിലർ വെണ്ടയ്ക്ക ഒട്ടും കഴിക്കാത്തവരുണ്ട്. തോരൻ വെച്ചാലും ശരി, സാമ്പാറിൽ ഇട്ടാലും ശരി, അത് മാത്രം എടുത്ത് കളയുന്നവരുണ്ട്. അവർക്കൊക്കെ ഇഷ്ടപ്പെടാനും അതിന്റെ ഫാൻ ആവാനും ഞാനൊരു അടിപൊളി റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ടേസ്റ്റിയും ഈസിയുമായ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും തന്ന് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തു കൊടുക്കണം. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റ് ആയിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിരിക്കണേ. അപ്പൊ നമുക്ക് ആ അടിപൊളി വെണ്ടയ്ക്കക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അതിനായി ഞാൻ ഒരു 200 ഗ്രാം നല്ല എളുപ്പം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മൾ വേവിക്കുന്ന ടൈമിൽ ഇത് വെന്തുടഞ്ഞു പോകൂല ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ. ഇനി ഒരു കടായി എടുത്ത് അടുപ്പിലോട്ട് ചൂടാക്കാൻ വേണ്ടി ഒന്ന് വെക്കാം. കടായി ഒന്ന് അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അല്പം ഉപ്പും ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വെണ്ടയ്ക്കൊക്കെ പകുതി ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കടായിൽ നിന്ന് കോരി മാറ്റാം. വെണ്ടയ്ക്ക പകുതി മാത്രം വാട്ടിയെടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തിരിക്കണേ. ഇനി നമുക്ക് അതേ കടായി തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് ചറപറാന്നൊന്ന് പൊട്ടിച്ചെടുക്കണം. കടു പൊട്ടുന്നതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കണം. ചെറിയ ജീരകത്തിന്റെ കളറൊക്കെ മാറുന്നതിന് മുമ്പ് തന്നെ 1 സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതിൻ്റെ ഒപ്പം തന്നെ 1 സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറി വരുന്ന സമയം 1-2 മിനിറ്റ് കഴിയുമ്പം നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് എരിഞ്ഞതാണ്. വലിയ സവാള ആണെങ്കിൽ 1 എടുത്താൽ മതി. സവാള ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കണം. 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വഴറ്റുമ്പോൾ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ സവാള കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി അതങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ വെന്താലേ ഈ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിന് 1-2 മിനിറ്റ് നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരുപാട് പൊടികളൊന്നും വലിച്ചു വാരിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു സിമ്പിളായിട്ട് കുറച്ച് പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതാണ് ഈ റെസിപ്പിയുടെ ഹൈലൈറ്റും. അതിനായി ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികൾ സ്പൂൺ അളവിനാണ്, ടേബിൾ സ്പൂൺ അളവിനല്ല ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ പൊടികളൊക്കെ മൂത്ത് ഒരു ചെറിയൊരു ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളം വേണമെങ്കിലും ഒഴിക്കാം, പച്ചവെള്ളം വേണമെങ്കിലും ഒഴിക്കാം. ഇനി ഇതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയും സവാളയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്.
തക്കാളിയും സവാളയൊക്കെ ഇനി നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇതിന്റെ മർമ്മപ്രധാനമായ ഐറ്റം എന്ന് പറഞ്ഞാൽ എന്തിന്റെ കൂടെയും കട്ടയ്ക്ക് നിൽക്കുന്ന കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1/2 കപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. തൈരെടുക്കുന്ന സമയത്ത് അധികം പുളിയില്ലാത്ത തൈര് നോക്കി വേണം എടുക്കാൻ. തീരെ പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പകുതി മാത്രം വേവിച്ചെടുത്ത വെണ്ടയ്ക്ക മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും എരിവൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. 6-7 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മൂടിയൊക്കെ തുറന്നു നോക്കിയപ്പോൾ എണ്ണയൊക്കെ വറ്റി കുറുകി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്യാസ് അടയ്ക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് തന്നെ ഒരു 2 പച്ചമുളക് നെടുവേ കീറിയതും 1 തണ്ട് കരിവേപ്പിലയും 1/2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇതാ നോക്കി നമ്മുടെ വെണ്ടയ്ക്ക കറി നല്ലപോലെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതാ ഈ പരുവമായി വരും. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. വെണ്ടയ്ക്കൊക്കെ തീരെ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളും. അപ്പൊ നിങ്ങൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പൊ വെണ്ടയ്ക്ക എങ്ങനെയാണ് റെഡിയാക്കുന്നതും കണ്ടല്ലോ. ഇതുപോലെ നിങ്ങൾ ഒരു തവണ വെണ്ടയ്ക്ക റെഡിയാക്കി നോക്കിക്കോ. ഈ വെണ്ടയ്ക്ക കഴിക്കാത്തവർക്കും ഇഷ്ടപ്പെടും. ഇതേ രീതിയിലൊന്ന് ചെയ്തു കൊടുത്താൽ മതി. അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെയും ചോറിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് മസാലകളും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അതിന്റെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോ ആ വെണ്ടയ്ക്ക നിങ്ങൾ എന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ചോറ് അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ഇപ്പൊ തയ്യാറാക്കിയ വെണ്ടയ്ക്കയും കൂടെ അതിന്റെ മുകളിലോട്ട് വെച്ചു കൊടുത്തിട്ട് ആഹാ, 2 ഉണക്കമീൻ വറുത്തതും കൂടെ ആവുമ്പം അടിപൊളിയായിരിക്കും. വെണ്ടയ്ക്കയും ഉണക്കമീൻ വറുത്തതും കൂടെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. നിങ്ങൾ ഒന്ന് കഴിച്ചു നോക്കൂ. ഇതുപോലെ ചോറിലൂടെയും ചപ്പാത്തിയിലൂടെയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റ് ആണ്. വെണ്ടയ്ക്ക ഇഷ്ടമല്ലാത്തവർക്കും ഇതുപോലെ റെഡിയാക്കി കൊടുക്കുമ്പോൾ വെണ്ടയ്ക്ക ഇഷ്ടപ്പെടും. ഇതുപോലെ ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടെ ചെയ്തു കൊടുക്കുക. ഇതിലും നല്ല കിടിലം കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മൗഫിൻ. ബൈ ബൈ.